ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അഗ്രബീസിൻ്റെ യാത്ര എത്തിയിരിക്കുന്നത് നമ്മുടെ ഇടുക്കി വയനാട് ഏല കർഷക ഗ്രൂപ്പിൻ്റെ സാരഥിയായിട്ടുള്ള നമ്മുടെ ഋഷി ബ്രോയുടെ അടുത്താണ്. അപ്പോൾ ഋഷി ബ്രോയുടെ കൃഷി രീതികൾ നമ്മൾ ഒന്ന് കാണാൻ നിർത്തി വന്നതാണ്. അന്ന് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് നമുക്ക് തോട്ടത്തിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും വന്നതല്ലേ. ഋഷി ബ്രോ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഋഷി ബ്രോ നമ്മൾ വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, നല്ല ഭയങ്കര റിസൾട്ട് കിട്ടിയ ഫോളിയാറിൻ്റെ കോമ്പിനേഷനുകളൊക്കെ പുള്ളി ഉണ്ട്, നമുക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൃഷിക്കാരുടെ മുന്നിലോട്ട് നമുക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണ്, അതായത് പുറത്തുനിന്ന് വന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ് പുള്ളി പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ പുതിയ HD വേർഷൻ ഫോളിയാറുകൾ പുള്ളി ഈ വർഷം അടിച്ച് റിസൾട്ട് കിട്ടിയ 1-2 പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താം. ഇങ്ങനെയുള്ള നല്ല റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റുകൾ അറിയുവാണെങ്കിൽ നമ്മുടെ കൃഷിക്കാർക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുകയും നല്ല റിസൾട്ടോട് എത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഋഷി ബ്രോയുടെ വാക്കുകളിലോട്ട് പോകാം. അപ്പോൾ ഋഷി ബ്രോ, നമുക്ക് ഏലകൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഏലകൃഷി ഇപ്പം വലിയ കുഴപ്പമില്ല. മൊത്തത്തിൽ HD ഫോമിലേക്കുള്ള ഒരു ഫോളിയർ ആപ്ലിക്കേഷൻ ഫോമിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞപ്പം വളരെയധികം മാറ്റം നമ്മുടെ ചെടികളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ വർഷം നല്ല രീതിയിൽ ഉണക്കം നമുക്ക് ബാധിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, ചെടികളൊക്കെ ഏതെങ്കിലും വീഴുകയൊക്കെ ചെയ്തോ? വളരെ കുറച്ച് മാത്രമേ. എനിക്ക് തോന്നുന്നു നമ്മുടെ തോട്ടത്തിൽ ഒരു 10-50 ചെടി, 10-25 ഏക്കർ തോട്ടത്തിൽ ഒരു 10-20 ചെടി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിനൊക്കെ എന്ത് ചെയ്തു? വെള്ളക്കുറവ് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് മൈക്രോബ്സ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്ത് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കാര്യമായിട്ട് ഉണക്ക് ബാധിച്ചില്ല. ഓക്കെ, മൈക്രോബ്സ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ ഏലകൃഷിയിലെ മൈക്രോബ്സിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. അത് പല കൃഷിക്കാർക്ക് അതിനെക്കുറിച്ച് അത്ര ബോധമല്ല. നമ്മളെ ട്രൈക്കോസ്യൂഡോ വാമൊക്കെ ഉപയോഗിക്കാൻ പറയുമ്പോഴത്തേക്ക് ചിലർ പറയുന്നൊരു വാക്കുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ചാൽ വലിയ റിസൾട്ടൊന്നുമില്ല, അതൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ ഫംഗിസൈഡുകൾ ഉപയോഗിക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ഒരു ഗുണഗണങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ മൈക്രോബ്സ് നല്ല രീതിയിൽ മണ്ണിൽ കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളൊരു കെമിക്കലും അല്ലെങ്കിൽ രാസ ഫെർട്ടിലൈസറുകൾ മാത്രം ഉപയോഗിച്ച് ഒരു കൃഷി രീതി ഇനി മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും പ്രായോഗികമല്ല. കാരണം നമുക്ക് നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻസും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളാണെങ്കിലും NPK വളങ്ങളാണെങ്കിലും എല്ലാം വലിച്ചെടുക്കണമെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കൾ മണ്ണിൽ വേണം. അതേപോലെ തന്നെ അഴുകൽ പോലെയുള്ള രോഗങ്ങൾ, റൈസോട്ടോണിയ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളെല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൂഡോമോണസ്, ട്രൈക്കോട്രമ പോലെയുള്ള സൂക്ഷ്മ ജീവാണുക്കളെ മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തീവ്രമായ പിന്നെ തട്ടമറിച്ചിൽ അഴുകലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വർഷം നമുക്ക് തട്ടമറിച്ചിൽ അഴുകൽ പോലുള്ള ഈ കുമിള് രോഗങ്ങളുടെ അറ്റാക്ക് വളരെയധികം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോക്കുന്ന ഫീൽഡുകളെല്ലാം തന്നെ പോകുമ്പം ഇന്നും നമ്മൾ പോയി നോക്കുന്നു, നാളെ ചെല്ലുമ്പോഴത്തേക്കും അത് അതിഭീകരമായ തട്ടമറിച്ചിൽ അഴുകലിൻ്റെ ഒരു ലക്ഷണത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. അത് അങ്ങനെ ഞാനും കണ്ടിരുന്നു. അതിനൊക്കെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്കുന്നത്. പലപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്, ഈ ഹാർപ്പിക്ക്, ബ്ലീച്ചിങ് പൗഡർ, ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മണ്ണ് നശിച്ചു പോകും, നമ്മുടെ മൈക്രോബ്സ് എല്ലാം നശിച്ചു പോകുന്നു പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് മാത്രമല്ല വിഷ്ണു, അതിൻ്റെ കൂടെ അത് ഏറ്റവും ദോഷകരമായ ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ തൊട്ട് മുതൽ പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരമാണ്, നമ്മൾ ഈ വേനൽക്കാലം തുടങ്ങി തീരുന്ന സമയത്ത് നമ്മളൊരു കുമ്മായ പ്രയോഗം നടത്തും. കാരണം നമ്മൾ മണ്ണിൽ നല്ല രീതിയിൽ മൈക്രോബ്സിനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ മണ്ണിൽ റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ വന്ന സമയത്ത് ആ കുമ്മായ പ്രയോഗം നടത്തുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ അടുപടുത്തുള്ള മൈക്രോബ്സ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഈ മണ്ണ് അസിഡിറ്റി ഫോമിൽ ഏലത്തിനെ സംബന്ധിച്ച് ഒരു 5-നും 5.5 ഇടയ്ക്ക് നിന്നാൽ തന്നെ pH നിന്നാൽ തന്നെ ഏലം നല്ല രീതിയിൽ കായ്ക്കും. 5.5 6.5 സോ 5.5 മതി. ഏലത്തിന് 5-നും 5.5 ഇടയ്ക്ക് തന്നെ ഏലം നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു സസ്യമാണ് ഏലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അസിഡിറ്റി മാറാൻ വേണ്ടി നമുക്ക് ഒരു കുമ്മായപ്രായം നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ജൂൺ സീസൺ തുടക്കത്തിൽ പിടിക്കേണ്ട എല്ലാ കായകളും പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രവണത നമ്മുടെ എല്ലായിടത്തും, നമ്മുടെ ഈ ഹൈറേഞ്ചിൻ്റെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ആദ്യത്തെയുള്ള മഞ്ഞപ്പിഞ്ച് പഴിച്ചിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ കുമ്മായപ്രയോഗം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ കുമ്മായ സൾഫർ ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഞാൻ കണ്ടുവന്നിരിക്കുന്നത്. ഈ കുമ്മായ സൾഫർ കൊണ്ട് മിക്സ് ചെയ്ത നമ്മളെ ശരങ്ങളിലൊക്കെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ശരത്തിൻ്റെ ഔട്ടർ പോർഷനിലുള്ള സെല്ലുകൾ നശിച്ചു പോവുകയും അതിലൂടെ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്ന ഫീൽഡുകളിൽ ഞാൻ പറയാറുണ്ട്, ഒരിക്കലും നമ്മൾ കുമ്മായ സൾഫർ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. കിഴങ്ങ് ഡീകമ്പോസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞത്. നമുക്ക് കിഴങ്ങ് ഡീകമ്പോസ് ചെയ്യാൻ നല്ലൊരു സാധനമുണ്ട്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വളം നമുക്ക് അവൈലബിൾ. സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിഴങ്ങ് ഡീകമ്പോസ് ആയി കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവെ നമ്മളിപ്പം ഇത് കിഴങ്ങ് ഡീകമ്പോസ്റ്റ് ചെയ്ത് കളയാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് വിപണിയിലുണ്ട്. വേസ്റ്റ് ഡീകമ്പോസർ, EM സൊല്യൂഷൻ ഉണ്ട്. പിന്നെ റോഡെക്സിന്റെ ഗോദാൻ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ്, അതും അങ്ങനെ നല്ല പ്രോഡക്റ്റുകൾ വന്നിട്ട് ഇഷ്ടംപോലെ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ പരിപാടി ചെയ്യണമെന്നില്ല. അതേപോലെ ഞാൻ ഉപയോഗിച്ചാൽ നമ്മളെ ഇമാറ പ്ലസ് കാൽസ്യം ഞാൻ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് നോക്കിയത്. അതിലും കിഴങ്ങ് ഡീകമ്പോസ് ആകുന്നതായിട്ട് ഞാൻ കണ്ടു. അത് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലപോലെ ചെടി ചിമ്പടിച്ച് ഗ്രോത്ത് കാണിക്കും.
അതേപോലെ തന്നെ റൂട്ട് ഡെവലപ്മെന്റ്സ് ഉണ്ട്, കിഴങ്ങ് ഡീകമ്പോസ് ഉണ്ട്. ആ സൾഫറും സിങ്കും കാൽസ്യം കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. പണ്ട് മുതൽ നമുക്ക് പണ്ടായിരുന്നു ഈ കാൽസ്യത്തിൻ്റെ പെർസെൻസ് മണ്ണിൽ പിന്നെ വളരെയധികം കുറവ് വരുമ്പോൾ നമ്മൾ കുമ്മായം കൊടുത്ത് കാൽസ്യവും അങ്ങനെയുള്ള സെക്കൻഡറി എലമെന്റ്സ് ഒക്കെ ഋഷി ബ്രോ, അപ്പോൾ കുമ്മായത്തിന് കാൽസ്യത്തിന്റെ ഒരു ഡെഫിഷ്യൻസി മാറ്റാണ്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടം ഇപ്പോൾ CMS കോംപ്ലക്സ് ഉണ്ട്, അതല്ലെങ്കിൽ പോളിഹാലൈറ്റ് ഉണ്ട്, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ ഇപ്പം നമുക്ക് വിപണിയിലുണ്ട്. ഞാനും ഈ കൊല്ലം കുമ്മായമാണ് കൊടുത്തത്. എൻ്റെ ഒരു പിന്നെ വ്യക്തിപരമായി ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ നമ്മുടെ തോട്ടത്തിൽ കുമ്മായം കാട്ടത്തില്ല. കാരണം കുമ്മായം കൊടുക്കാത്ത ഒരു 10-15 ഏക്കർ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ആ ഭാഗത്ത് കായ്പിടുത്തം കൂടുതലും കുമ്മായം കൊടുത്ത ഭാഗത്തിൽ അമ്പേ പരാജയമാണ്. ആ തുടക്കത്തിൽ പിടിച്ച കായ് മുഴുവൻ പൊഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കറക്റ്റ്. ഞാൻ ഈ തവണ അപ്ലൈ ചെയ്തത് യാരാടെ സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞൊരു കാൽസ്യം, ലിക്വിഡ് ഫോമിലെ കാൽസ്യം 200 ലിറ്ററിൽ 200 മില്ലി വെച്ച് ഡ്രിഞ്ചിങ് പോവാണ് ചെയ്തത്. അത് ഭയങ്കര റിസൾട്ടായിട്ട് തോന്നി. അതേപോലെ തന്നെ ഞാൻ ചെയ്തൊരു മെത്തേഡാണ് നമ്മുടെ കാസ്ബോ എന്ന സ്പ്രേ കൊടുത്തു. ഇതേപോലെ കാൽസ്യത്തിന്റെ കൂടെ സൾഫർ മിൽസിന്റെ ടെക്നോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, അതായത് സൾഫർ പ്ലസ് സിങ്ക് ഒരു കോമ്പിനേഷൻ. അങ്ങനെ നമുക്ക് pH ബാലൻസ് ചെയ്യാൻ പറ്റും. അതിലൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫറിന്റെ pHന്റെ ഒപ്പം മണ്ണ് കയറി വരും, കാൽസ്യത്തിന്റെ pHന്റെ ഒപ്പം മണ്ണ് കയറി വരും. അപ്പം മറ്റ് നമ്മുടെ മൈക്രോബ്സിനൊന്നും പ്രശ്നമില്ലാതെ ഇത് കയറി വരുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് വിപണിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർഷകർ അതിനകത്തോട്ടൊന്നും അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പറഞ്ഞു കൊടുക്കാൻ നിലവിൽ ആൾക്കാരില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഒരു സയൻറ്റിസ്റ്റുമാർ ആരെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പോലും അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അതെല്ലാം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരാരും തന്നെ അവരുടെ ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യവും കർഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടത്തില്ല. അതാണ് കർഷകർക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്. അപ്പോൾ ഏതായാലും ആരും നിങ്ങളുടെ ട്രേഡ് സീക്രട്ടുകളൊന്നും പറഞ്ഞു കൊടുക്കില്ലെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ഈ വർഷം പരീക്ഷിച്ച് വിജയിച്ച നിങ്ങളുടെ ട്രേഡ് സീക്രട്ടുകൾ നിങ്ങൾ കൃഷിക്കാരോട് പങ്കുവെക്കാൻ തയ്യാറാണോ? ഇല്ല, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് തീർച്ചയായിട്ടും കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കാരണം നമ്മളൊരു അറിവ് പൂത്തി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. അത് 10 പേരിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ചിന്താഗതിയും. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുന്നത്. നമുക്ക് അപ്പോൾ നിങ്ങൾ ചെയ്തതിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ വർഷം നല്ല റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷൻ നിങ്ങൾ പറഞ്ഞു, ഭയങ്കര എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഫോളിയർ കോമ്പിനേഷൻ മഴക്കാലത്ത് അടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതൊക്കെ അതല്ലാതെ നിങ്ങൾ ഉപയോഗിച്ചാൽ 1-2 റിസൾട്ട് കിട്ടിയ നല്ല പ്രോഡക്റ്റുകളും കൂടെ പരിചയപ്പെടുത്തും. നമുക്ക് കൃഷിക്കാർക്ക് വലിയ ബഡ്ജറ്റുള്ളത് വേണ്ട, ഒരു മീഡിയം ബഡ്ജറ്റ്, അത്യാവശ്യം എല്ലാവർക്കും സാധാരണ കൃഷിക്കാർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു 1-2 പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കായ തീരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഒരു 1000-1200 രൂപ ട്രം കോസ്റ്റ് വരുന്ന പോളിയർ ആപ്ലിക്കേഷൻ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് നമ്മൾ കർഷകരോട് ചെയ്യുന്ന വഞ്ചനയാണ്. അങ്ങനത്തെ പോളിയർ കോമ്പിനേഷനൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ചിലവ് കുറഞ്ഞൊരു പോളിയർ കോമ്പിനേഷനാണ് നോക്കാം. ഇപ്പം നമ്മൾ ഇത് കാടമ സ്പെഷ്യൽ ICR-ന്റെ നമ്മുടെ ICR-യുടെ പ്രോഡക്റ്റ്. ICR കണ്ടുപിടിച്ച ടെക്നോളജി 12 കമ്പനി അടുത്ത് അത് പേറ്റന്റ് ചെയ്യുന്നുണ്ട്. ഹൈലി മൈക്രോ ന്യൂട്രിയൻസ്, സിങ്ക് 7% അങ്ങനെയുണ്ട്. അങ്ങനെ സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം അങ്ങനെ സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ ഏറ്റവും മികച്ച ഒരു സെക്കൻഡറി അല്ല മൈക്രോ ന്യൂട്രിയൻസ് നല്ലത്. ഏലത്തിന് അത്യാവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു കോമ്പിനേഷൻ, ഏറ്റവും മികച്ച ഒരു കോമ്പോ. വേറെ ഒരു 210 രൂപ 200-210 രൂപയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ KVK-ലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അല്ല, ഏറ്റവും അതിന്റെ സിങ്കിന്റെ ഒരു പെർസെന്റേജ് ആണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. ഞാൻ തോന്നുന്നു മാസത്തിൽ നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് പല അടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു മാസത്തിൽ ഒന്ന് അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏലം സ്പെഷ്യൽ. അതെ, കാടമത്തിന് വേണ്ടി മാത്രം. ഇത് ബനാന സ്പെഷ്യൽ ഉണ്ട്, കാടമത്തിന് വേണ്ടി മാത്രം. അതാണ് ഈ നമ്മുടെ സിങ്കും ബോറോണും മഗ്നീഷ്യവും മെയിൻ ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഹൈ റേഞ്ചിലെ മണ്ണ് എടുത്തുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടങ്ങാണ്ട് കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ആണ് ഇത്. പക്ഷെ ആരും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കത്തില്ല, കാരണം ഇതിന് പ്രോഫിറ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പൊ നല്ല പ്രോഡക്റ്റ്, ഏറ്റവും നല്ല പ്രോഡക്റ്റ്. അത് നമുക്ക് സ്പ്രേയിങ്ങും ഡ്രിഞ്ചിങ്ങും പോകാം. 200 ലിറ്ററിന് 1 കിലോയാണ് ഡോസേജ്. ഞാനൊരു 200 ലിറ്ററിന് 500 ഗ്രാം ഇട്ട് ട്രഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. സൂപ്പർ. അപ്പം വളരെ ചെറിയ പാൽക്കോസ് 100 രൂപ പാൽക്കോസ് വരുന്നുള്ളൂ 1/2 കിലോ വെച്ചിട്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഓക്കെ. എന്ന് പറയാം. രണ്ടാമത് നമ്മുടെ യാര ഇന്റർനാഷണൽ ആണല്ലേ, കൊറിയൻ മേക്കല്ലേ ഇതാ? അതെ, ഇത് അത്യാവശ്യം ഇപ്പം വന്നതിൽ ഏറ്റവും നല്ല മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സിങ്ക് ഫോസ്ഫേറ്റും കൂടെ ചേർന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ. ബഡ്മില്ലർ ഭയങ്കര റിസൾട്ടാണ്, സൂപ്പർ പ്രോഡക്റ്റ്. നമ്മൾ ഇതിന്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഡ്രിഞ്ച് ചെയ്യാനൊന്നും നമ്മൾ ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 100 ഗ്രാം ഡ്രിഞ്ച് ചെയ്ത് നോക്കണം. എന്നാ റൂട്ട് ഡെവലപ്മെന്റ്സ് എന്നറിയാം, ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക്. ഇത് ഏറ്റവും നല്ല പ്രോഡക്റ്റ്. യാര അത്യാവശ്യം ഇപ്പം അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. യാരയുടെ പ്രോഡക്റ്റ് സൂപ്പറാണ്. യാരയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് സിങ്ക് ട്രാക്ക് എന്ന് പറയുന്നത്. സിങ്ക് 39%. യാര ഇപ്പൊ അത്യാവശ്യം വന്ന് വലിയ കുഴപ്പമില്ലാത്ത ഒരു
പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേനൽക്കാലത്ത് നമ്മളെ ചെടിയുടെ പിന്നെ അത്യാവശ്യം വേര് സംരക്ഷണം നമ്മൾ അത്യാവശ്യം ചെടി പിടിച്ചു നിർത്തിയത് ഒറാടെ വാമ ഒറാ ഗോൾഡ്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. ഇന്നുള്ളതിൽ ഇന്ത്യയിലുള്ളതിൽ ടോപ്പ് 1 വാമെന്ന് വേണം ഞാൻ ഇതിന് സജക്ട് ചെയ്ത് തരാം. ഓക്കെ, 100% ഗ്യാരണ്ടിയാണ്. അല്ല ഞാനും അതെല്ലാവരും ഗ്യാരണ്ടി പറയണം. ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണെന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അത് ഉപയോഗിച്ച് ഞാനൊരു ഈ പ്രാവശ്യം ഒരു 50 പീസിന് മേളിൽ ഉപയോഗിച്ചാണ്. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇപ്പം ഈ കമ്പനി വന്നേ പിന്നെ ഞാൻ ബാം ചെയ്യുന്നുണ്ട്. ഇവർ ബാമ ചെയ്യാറുണ്ട്. ഏറ്റവും കിടിലൻ ബാം. ഓക്കെ ഓക്കെ. അതിന്റെ IP ഒക്കെ എങ്ങനെയാണ്? 2500 IP, 500 IP. അപ്പം നല്ല സ്പോർ ഉള്ളത്. ഒരു ഗ്രാമിൽ 2500 സ്പോർ അല്ലേ? 200 ലിറ്ററിന് 20 ഗ്രാം. 5 ഡ്രമ്മിനുണ്ട്. അപ്പം അത് നല്ല പ്രോഡക്റ്റ് ആണ്. അത് അത്യാവശ്യം നമ്മുടെ കൃഷിക്കാർക്കെല്ലാം അറിയാൻ തോന്നുന്നു. ഇത് വലിയധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒറാ ഗോൾഡ് അത്യാവശ്യം കൃഷിക്കാരിലോട്ടൊക്കെ എത്തിയ പ്രോഡക്റ്റ് ആണ്. നല്ല റിസൾട്ട് ആണ്. നല്ല പ്രോഡക്റ്റ്. പിന്നെ ഇതിലെല്ലാം അപ്ഡേറ്റ് ആയി വന്നൊരു കമ്പനി, നമ്മുടെ ഇന്നുള്ളതിൽ ടോപ്പ് ക്ലാസ് 1 എന്ന് വേണം നമുക്ക് പറയാം. സൺറൈസർ കമ്പനി. ഇതൊരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ എവിടെയാണ് അവരുടെ നാസിക്കിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് അല്ലേ? പ്രൊഡക്ഷൻ പ്ലാന്റ് നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മളെ കോമ്പോടെ 40-37 ഒരു വെല്ലുവിളി. അതിലൊക്കെ മേളിൽ 2%, 2 മൂലങ്ങൾ 2% കൂടുതൽ. ഇന്നുള്ളതിൽ ഇന്ത്യ സർക്കാരിന് വേണ്ടി ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരു കമ്പനിയാണ് സൺറൈസർ. ഏറ്റവും അപ്ഡേറ്റ് ആയി വന്നത്. കാരണം നമുക്ക് ഏത് മഴക്കാലത്തും അടിക്കാം. 42% ഫോസ്ഫറസും 32% പൊട്ടാഷും അടങ്ങിയ ഏറ്റവും നല്ല ഒരു പിന്നെ വിത്ത് മൈക്രോ ന്യൂട്രിയന്റ്. അയൺ ഉണ്ട്, കാഡ്മിയം ഉണ്ട്, ആർസനിക് ഉണ്ട്, സോഡിയം. അങ്ങനെയാണ് അതിന്റെ ട്രേസ് എലമെന്റ് വരുന്നത്. കാര്യം അതിനകത്ത് ഒത്തിരി കാര്യമില്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് സ്റ്റിമുലേറ്റ് അല്ലേ? സ്റ്റിമുലേറ്റിന്റെ കണ്ടന്റുകൾ എന്താണ്? സ്റ്റിമുലേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30 മേളിലെ ന്യൂട്രിയൻസ് ആഡ് ചെയ്താണ്. ഇതിനകത്ത് പറയുന്നത് 200 ലിറ്ററിന് 50 മില്ലിയാണ് ഡോസേജ് പറയുന്നത്. നടക്കത്തില്ല. കാടമത്തിന് നമുക്ക് ഒരു 200 മില്ലിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടും. എനിക്കിതിൽ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ ബീറ്റാ കാരോട്ടിനൊക്കെ ഒരു ടോണിക്കിനകത്ത് ആഡ് ചെയ്ത് വരുന്ന. ബീറ്റാ കാരോട്ടിൻ സാധാരണ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന. ഈ കമ്പനിയുടെ കണ്ടുപിടുത്ത പ്രകാരമാണ് 2030 to 2040 ഇടയ്ക്ക് 60 മൂലങ്ങൾ കൃഷിക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ കണ്ടുപിടിച്ചിട്ട് ആ ഒരു വളവിട്ട് മടുക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഏറെക്കുറെ ആ ഒരു പിന്നെ 60 മൂലകത്തിലേക്ക് എത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അത്രയും മാത്രം പ്രോഡക്റ്റ് അപ്ഡേറ്റഡ് ആണല്ലേ? അപ്ഡേറ്റ് ആയ കമ്പനിയാണ് ഇത്. അല്ല, ഞാൻ ഇവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ ഇന്ത്യയിൽ അവൈലബിലിറ്റി കുറവാണ്, മൊത്തം എക്സ്പോർട്ട് ചെയ്യാനാണെന്നാണ് അറിഞ്ഞത്. നമ്മള് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വഴി കണ്ടാണ് ഇത് ഇവരെ നമ്മൾ പോകുന്നത്. കണ്ടുപിടിച്ച് നമ്മൾ ഇവരെ വിളിച്ചിട്ട് പോലും ഇവർ എടുക്കുകയല്ല. കാരണം ഇവർക്ക് അത്രയ്ക്ക് മാത്രം ഡിമാൻഡ് കൂടുതലുള്ള ഒരു കമ്പനിയാണ്. ഇവര് സ്പെസിഫിക് ആയിട്ട് ഹൈ റേഞ്ച് ഒന്നും ഇവര് നോക്കുന്നില്ല. കേരളയിലൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഹൈ റേഞ്ചിലേക്കൊന്നും ഇവരൊന്നും എത്തപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മരുന്ന് കട നടത്തുന്ന സുഹൃത്തുക്കളൊക്കെ മേടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. അല്ല, നല്ല പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ കടക്കാരും നമുക്ക് എന്ത് പറഞ്ഞാലും കടക്കാരെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. നമ്മുടെ കർഷകനും കടക്കാരും ഏലക്ക കച്ചവടക്കാരും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ് ഏലകൃഷിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് പേടി, ഞാൻ പറഞ്ഞല്ലോ. വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ബാക്ക് കമന്റുകൾ ഇഷ്ടമല്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കണം. പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഇവരെ പൈസ മേടിച്ചിട്ടാ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന്റെ താഴെ വരും. എനിക്കറിയാം. നമ്മള് അങ്ങനെ പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊന്നുമല്ല. നല്ല പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, നമ്മൾ പരിചയപ്പെടുത്താനാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്താം. 1, 2, 3, 4, 5 ബ്രാൻഡ്. തൽക്കാലം നമ്മളൊരു 5 ബ്രാൻഡിൽ നിർത്താം. അല്ല, നിങ്ങളുടെ ഇങ്ങനത്തെ ഉള്ള കണ്ടുപിടുത്തങ്ങൾ കൃഷിക്കാരോട് ഷെയർ ചെയ്യണം. നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കാതെ കുറച്ച് കൃഷിക്കാരിലോട്ട് എത്തിക്കുക. പറഞ്ഞില്ലേ, ഗ്രൂപ്പിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുക. പുതിയ കോമ്പിനേഷനുകളൊക്കെ കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വർഷം വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ് പല കൃഷിക്കാർക്ക്. എന്ന് വെച്ചാൽ ഈൽഡ് വളരെ കുറവാണ്. എനിക്ക് തന്നെയാണെങ്കിൽ ഞാൻ 2 റൗണ്ട് കായ എടുത്തോളാണ്. ഈ 2 റൗണ്ട് എടുത്തോടുകൂടി എൻ്റെ ആദായം തീർന്നു. ചെടി നല്ല രീതിയിൽ കാറ്റൊടിച്ചുകൊണ്ട് ആ ഒരു സെക്ഷൻ കാപിടുത്തം കഴിഞ്ഞ് പിന്നെ അധികം കാ പിടിച്ചിട്ടില്ല. അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. നമ്മൾ പൊതുവേ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്രത്യക്ഷനായി പോയെന്ന് എല്ലാവരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ദീർഘകാലമായിട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മള്
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിപ്പോ ചോദിക്കാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള കൃഷി രീതികളിൽ നമ്മുടെ മൈക്രോബ്സിന്റെ ഒരു അത്യാവശ്യകതയെ കുറിച്ച് ഒന്ന് കൃഷിക്കാർക്കൊരു. തീർച്ചയായിട്ടും ഈ പണ്ടത്തെ പോലെ ഒരു കൃഷി രീതി നമുക്ക് നടക്കത്തില്ല. ഇന്ന് മൈക്രോ ന്യൂട്രിയൻസിന്റെ കോമ്പിനേഷൻ ആണ് ഈ പരിചയപ്പെടുത്തി മാത്രമല്ല മാർക്കറ്റിൽ വിപണിയിൽ ഇഷ്ടം മുളക്ക് നല്ല നല്ല. എന്റെ ഒരു അറിവില് 59 മൈക്രോ ഓർഗാനിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നാണ്. അപ്പൊ നമ്മള് മാസത്തിൽ ഒരു മൈക്രോ ന്യൂട്രിയൻസ് കറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം. രണ്ടാമത് കാൽസ്യം ബോറോണും കറക്റ്റ് നിങ്ങൾ മാസത്തിൽ ഒന്ന്. മഴ നനയേണ്ടി വരും ആശാനെ, മഴ നനഞ്ഞ് വീഡിയോ പിടിക്കേണ്ട അവസ്ഥയാണെന്നോ. കാൽസ്യം ബോറോൺ അത് ഭയങ്കര മെയിനാണ്. അത് ഞാനേ നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കായിട്ട് കേവിക്കലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് പരാഗണം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവരുടെ ആ അണ്ടവും ബീജവും തമ്മിലുള്ള പൊസിഷൻ കറക്റ്റ് ആക്കണം. അതിന് ഏറ്റവും വേണ്ട 2 മൂലകങ്ങളാണ് നമ്മുടെ കാൽസ്യം ബോറോൺ. അതേപോലെ ഡ്രോപ്പിങ്സ് കുറയ്ക്കണമെങ്കിൽ കണ്ടിന്യൂസ് ഒരു 3 റൗണ്ടെങ്കിലും നമ്മൾ സിങ്ക് കൊടുക്കണം. സിങ്ക് നല്ല ബ്രാൻഡേ കൊടുക്കാവുള്ളൂ. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു പോളിയാറൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ പോളിയാർ വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് കാടമൊക്കെ സംബന്ധിച്ച് 15 ദിവസം കൂടുമ്പം ഇത് പൂ വിരിഞ്ഞ് അത് കായലേക്ക് എത്തുന്ന സമയം നോക്കി നമ്മൾ കറക്റ്റ് കൊടുത്ത് ഒറ്റ ഒരു മഞ്ഞപ്പിഞ്ച് പോലും പോവുകയാണ്. അങ്ങനെ അതിൽ വേറൊരു കാര്യങ്ങളും കൂടെ ഉണ്ട്. ചെടിക്ക് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള ഈ യൂട്യൂബിൽ കൂടെയുള്ള അശാസ്ത്രീയമായിട്ട് പ്രയോഗങ്ങൾ, അതായത് ഹാർപ്പിക്ക്, ഫോർമാലിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനെയുള്ള പിന്നെ കുമ്മായ സൾഫർ തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മൈക്രോബ്സ് ഒത്തിരി നശിച്ചു പോകണം. മൈക്രോബ്സ് ആഡ് ചെയ്യുക. കർഷകർ ചെയ്യുന്ന പരിപാടി മൈക്രോബ്സ് മണ്ണിൽ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും ഈ ഒരു തെറ്റായ ഒരു പ്രവർത്തികൾ നമ്മൾ ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുമ്മായപ്പം നടത്തുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 കിലോ ഒക്കെ വാങ്ങും. മറ്റേ CMS കോംപ്ലക്സ് അല്ലെങ്കിൽ പോളി ഹാലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ 50 ഗ്രാം കൊടുക്കും എന്ന് പറയുമ്പോൾ അത് മതിയോ എന്നൊരു വിചാരം നമ്മുടെ കർഷകർക്ക് ഉണ്ടാവും. നമ്മള് പിന്നെ തട്ട് നിറച്ച് ചോറുണ്ടെന്നതിൽ ഒരു കാര്യമില്ല. ശകലം ചോറുണ്ടിട്ട് ഒത്തിരി കറികൾ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. ശരി. അപ്പോൾ നമ്മുടെ കൃഷിക്കാർക്ക് നിങ്ങൾ നല്ല പ്രോഡക്റ്റുകളെ കുറിച്ച് കുറച്ച് അവെയർ ആയിരിക്കാനായിട്ട് കുറച്ച് നല്ല പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക. നമ്മുടെ വീഡിയോയിൽ കൂടിയോ ഗ്രൂപ്പിൽ കൂടിയോ ഒക്കെ പരിചയപ്പെടുത്തുക. കമ്പനികൾ നമുക്ക് പറയാൻ നമ്മുടെ ടിമാക് അഗ്രോ ഉണ്ട്, ടിമാക് നല്ല എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, യാര ഇപ്പം അപ്ഡേറ്റ് ആയി വന്നു, IPL എന്ന് പറഞ്ഞ കമ്പനി ഇപ്പൊ വീണ്ടും അപ്ഡേറ്റ് ആയി വന്നു. ട്രേഡ് ക്രോപ്പ് നല്ല കമ്പനിയാണ്. നല്ല കമ്പനിയാണ്. നമ്മുടെ യൂറേഫ കമ്പനിയാണ്, സ്പെയിൻ കമ്പനിയാണ് അത്. പിന്നെ നമ്മുടെ ഇത് കോംബോ എക്സ്പേർട്ട് നല്ല കമ്പനിയാണ്. ഇപ്പൊ ഉള്ളതിൽ ഒട്ടുമിക്ക കമ്പനികളും നല്ല അപ്ഡേറ്റ് ആയി വന്നു. അതിനകത്ത് ഇനി കുറച്ച് താഴോട്ട് പോയ കമ്പനികൾ എനിക്ക് തോന്നുന്നു റിച്ച് അപ്ഡേറ്റ് ആയി വന്നില്ല, ഹൈഫ റിച്ച് തമിഴ്നാട് ബേസ്ഡ് കമ്പനിയല്ലേ. അങ്ങനെ കുറെ കമ്പനികൾ അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല. കനത്ത മഴ വരാൻ പോവാണ്. കനത്ത മഴ വരണം. മഴയിൽ നനഞ്ഞ് ഇന്ന് വീഡിയോ എടുക്കുക. കൃഷിക്കാർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന വയനാട് ഗ്രൂപ്പിന്റെ സാരഥി എന്നൊക്കെ വേണം നമുക്ക് പറയാം. എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ ഫേസ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദമായി മാറാണ്. പൊതുവെ പണ്ട് മുതലുള്ള പ്രശ്നം നമുക്ക് അതാണ്. അതെ, നമ്മൾ വിവാദത്തിലോട്ടൊന്നും വേണം. നമുക്ക് നല്ല കോമ്പിനേഷനുകൾ പരിചയപ്പെടുത്തുക. കൃഷിക്കാർക്ക് ഇഷ്ടമുള്ളവർ മേടിച്ച് ഉപയോഗിക്കുക, ഇഷ്ടമുള്ള കടകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുക, ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഓൺലൈനിൽ അവൈലബിലിറ്റി ഉള്ളൂ. നമ്മൾക്ക് ഓൺലൈനിൽ നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചത് ഒന്നുകൂടെ നോക്കിക്കോ. വേണം സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് മേടിച്ചോളൂ. 2 പ്രോഡക്റ്റ് ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി മേടിച്ചോളൂ കേട്ടോ. അല്ല നമ്മൾ ഇതിന്റെ സെയിലാണെന്ന് ഇപ്പോൾ ആൾക്കാർ പറയും. അപ്പം മഴ നനഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ നനയാൻ തുടങ്ങി, മൊബൈലും നനയാൻ തുടങ്ങി. ഇതൊക്കെ കൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളെ തോട്ടത്തിൽ പോയി നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയൊക്കെ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ. അപ്പോൾ 2 പേരും നനഞ്ഞ് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ വെച്ചൂർ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെച്ചൂർ പശു ഉണ്ട്. നമുക്ക് അത് നല്ല വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇദ്ദേഹം ഉപയോഗിക്കുന്ന കോമ്പിനേഷനുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. സൺറൈസർ കമ്പനിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല. ഓക്കെ, നിങ്ങൾ അതിന് കയറിയിട്ട് ഇതിന് ഇതേപോലെ 40,000 പോളിയാർ ആപ്ലിക്കേഷൻ കോമ്പിനേഷൻ അവർക്കുണ്ട്. തീർച്ചയായിട്ടും അവർ നല്ലത് നിങ്ങളുടെ മണ്ണിന് നിങ്ങളുടെ പരിസ്ഥിതിക്കും ചെടികൾക്ക് വേണ്ടത് നോക്കി എടുക്കാം. നൈട്രജൻ വേണ്ടതുണ്ടെങ്കിൽ അതെടുക്കുക, ഫോസ്ഫറസ് വേണ്ടതുണ്ടെങ്കിൽ അതെടുക്കുക, പൊട്ടാഷ് വേണ്ടതുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പൊ നമ്മള് കായുള്ള സമയത്ത് പൊട്ടാഷും ഫോസ്ഫറസും കൂടുതൽ എടുക്കുക. മഴ സമയത്ത് നൈട്രജൻ അല്ലെങ്കിൽ ആവശ്യമില്ല. എന്നാലും
നൈട്രജൻ വേണ്ട ഭാഗങ്ങളുണ്ട്. ഈ കമ്പമട്ട് ഭാഗങ്ങളിലൊക്കെ നൈട്രജൻ ഉള്ള പോളിയാർ നമുക്ക് കൊടുക്കാം. ചൂടുള്ള പ്രദേശങ്ങളിൽ നൈട്രജൻ ഉള്ള പോളിയാർ ആപ്ലിക്കേഷൻ കൊടുത്താലേ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ മേടിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഞാൻ ഈ വർഷം ഉപയോഗിച്ചില്ല, എനിക്ക് ഭയങ്കര എഫക്റ്റ് കിട്ടിയ ഒരു ബ്രാൻഡാണ് മറ്റേ ഇറ്റാലിയൻ ബ്രാൻഡായിട്ടുള്ള വലാഗ്രോ. അത് നല്ലൊരു ഭയങ്കര റിസൾട്ടാണ് അവരുടെ പ്രോഡക്റ്റ്. അവർക്കൊരു ഓൾ 20 ഒക്കെ ഡിസംബറിൽ കൊടുക്കാനായിട്ട്. ഓൾ 20 അവരുടെ മൈക്രോ ഫുഡും ഇച്ചിരി MC സെറ്റൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കായ ഉണ്ടാവും. അതെ, ഞാൻ മറ്റേ നാസിക്കിൽ തന്നെ വേറൊരു കമ്പനിയുടെ 28 ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. വലിയ ചീപ്പ് പ്രോഡക്റ്റ് ഇതാണ്. 1 കിലോയ്ക്ക് 100 രൂപ കണ്ടു 100 രൂപ വരുന്നുള്ളൂ. അത് 1/2 കിലോ മതി ഡോസ്. അപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ ഒരു 200 ഡ്രം കോസ്റ്റിനകത്ത് തീരും. അത് നാർക്കോ ബയോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. നിങ്ങൾ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റുകൾ കൃഷിക്കാരിലോട്ട് എത്തിക്കുക. അല്ലാത്ത പ്രോഡക്റ്റുകളെ കുറിച്ച് ഞങ്ങളോട് പറയുക വേണ്ട. പിന്നെ എനിക്ക് ഈ വർഷം എനിക്ക് നോക്കിയിട്ട് നമ്മുടെ മണ്ണിൽ ഭയങ്കര ഡെഫിഷ്യൻസി ആയിട്ടുള്ള കുറച്ച് മൂലങ്ങളുണ്ട്. ഫോസ്ഫറസ്, സിങ്ക്, അതേപോലെ കാൽസ്യം ഭയങ്കര ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് ചെടി ഇതുപോലെ ഒടിച്ചില് സെറ്റിങ്സ് കുറവ്. കാൽസ്യം മണ്ണിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാരുകെട്ടി കുറയും. നാരുകെട്ടി ഇല്ലാതെ ചെടി ഉറപ്പായിട്ട് ഒടിയും. ഒരു മാസത്തിൽ അതേപോലെയാണ് കാൽസ്യത്തിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ റൂട്ട് ഡെവലപ്മെന്റ്സ് ഭയങ്കരമായിട്ട് കുറയും. വേരില്ല, ചെടികൾക്കൊന്നും വേരില്ല എന്നുള്ളൊരു ഭയങ്കര ദിവസം കൂടുമ്പോൾ ഒരു മൈക്രോ ഇത് കാൽസ്യം പ്ലസ് ബോറോൺ കാൽസ്യം തന്നെ കൊടുത്താൽ ചെടി എടുക്കാനും പാടാ. ബോറോൺ പ്ലസ് ബോറോൺ കൊടുത്താലേ ചെടി കൂടുതൽ എടുക്കുള്ളൂ. കാൽസ്യം എന്നൊരു മൂലം മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ വലിച്ചെടുത്ത് കൊടുക്കണേ അത് ബോറോൺ വേണം. വലിച്ചെടുക്കല. അപ്പൊ നമ്മൾ കുമ്മായപ്രയോഗം നടത്തുമ്പോൾ കുമ്മായത്തിൽ അത്യാവശ്യം കാൽസ്യം എന്നറിയാലോ. കാൽസ്യം മണ്ണിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കത്തുള്ളൂ. അത് വലിച്ചെടുത്ത് കൊടുക്കണം, പുറകെ ബോറോൺ ഇല്ലാതെ നടക്കത്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ പിന്നെ മഴക്കാലത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഈ മഞ്ഞപ്പിഞ്ചു പൊഴിച്ചുള്ള പ്രധാന കാരണം അതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ദയവ് നിങ്ങൾ ഈ വേനൽക്കാലം കഴിയുമ്പോൾ കുമ്മായപ്രയോഗം നടത്തുന്ന ഒഴിവാക്കുക. കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കായ തീർന്നു നിൽക്കുന്ന സമയത്ത് വേനൽക്കാലത്തോടനുബന്ധിച്ച് കൊടുത്ത് മണ്ണ് വേണേ ഒന്നൊന്ന് അസിഡിക് ഫോമിൽ നിന്നൊന്ന് മാറ്റിയെടുത്തിട്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഈ മഴക്കാലം തുടങ്ങാൻ പോവാണ്, നമ്മുടെ pH ഡൗൺ ആയിരിക്കും. pH ഡൗൺ ആകാൻ കാരണം നമ്മളെല്ലാം വെള്ളം ഒഴിക്കുന്ന തോട്ടങ്ങളാണ്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യാം? CMS കോംപ്ലക്സ് പോലുള്ള പോളിഹാലേറ്റ്, പോളിസൾഫേറ്റ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് തന്നെ ഓക്കെ. അതേപോലെ നമ്മുടെ രാജ്ബോസ് വേണമെങ്കിൽ നമുക്ക് pH ഉപയോഗിക്കാം. പിന്നെ ഡോളോമേറ്റ് ഉണ്ട്. ഡോളോമേറ്റ് പ്രോത്സാഹിക്കുന്നില്ല. ഡോളോമേറ്റും എനിക്ക് പക്ഷേ ഡോളോമേറ്റ് ഈ കുമ്മായത്തിന് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഡോളോമേറ്റും ഞാൻ ഇനി ഉപയോഗിക്കാൻ എന്തായാലും തീരുമാനിച്ചു. ഞാൻ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ഡോളോമേറ്റും കുമ്മായം ഒന്നും ഉപയോഗിക്കാതെ ലിക്വിഡ് കാൽസ്യം ഡ്രിഞ്ചിങ് ആണ് പോയത്. ഞാനാടെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കൊടുക്കാറുണ്ടല്ലോ. നമ്മുടെ ഫ്ലൂപയറും പ്ലസ് ബയോകാൽസ്യം ഞാൻ ലിക്വിഡ് കാൽസ്യം ആയിട്ട് 11% ഓക്സിജനാണ് നമുക്ക്. ഞാൻ പറയില്ല, മാറിയ സാഹചര്യത്തിൽ മാറിയ സാധനങ്ങൾ പ്രൊഡക്റ്റുകളൊക്കെ വിപണിയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഓക്കെ, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് 2024 ജനസംഖ്യ ആയിരിക്കത്തില്ല 2050 വരുന്നത്. 50 വരുമ്പോൾ അത്രയ്ക്ക് ഭക്ഷണ സാധനങ്ങളുടെ പിന്നെ ലഭ്യത കുറവ് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തലമുറ കഴിഞ്ഞാൽ മാറിപ്പോണ്ടതല്ല. ഇത് ഭൂമി ഉള്ളിടത്തോളം കാലം മനുഷ്യൻ അധിവസിക്കണം. അപ്പം അതിനനുസരിച്ച് അപ്ഡേഷനുകൾ പല കമ്പനികളും നടത്തി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുമ്മായ പ്രയോഗത്തിൽ നിന്നൊക്കെ മാറി CMS കോംപ്ലക്സും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ അതൊക്കെ കറക്റ്റ് ഞാൻ മൊത്തത്തിൽ ഉപയോഗിച്ച് വെക്കാൻ ആരോടും പറയത്തില്ല. ഞാൻ ഈ പ്രോഡക്റ്റ് പോലെ നിങ്ങൾ ഒരു 200 ലിറ്റർ ഒരു ഡ്രം മേടിച്ച് ഉപയോഗിച്ച് നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 10 ഏക്കറുള്ള ഒരു തോട്ടക്കാരാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന ഒരു മണ്ടത്തരമാണെങ്കിൽ ആര് വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അവർ മൊത്തത്തിൽ അങ്ങ് മേടിച്ച് ചെയ്തിട്ട് പൈസയും പോയി. നമ്മുടെ അവിടെ എവിടെയാ നമ്മുടെ ഈ കൊമ്പടിഞ്ഞാല് കായ കൊണ്ടേ കൊടുത്താൽ അതേപോലെ മൊത്തത്തിൽ അങ്ങോട്ടേ ഒരാൾക്കൊണ്ടേ കൊടുത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുക. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഈ വർഷം നിങ്ങൾ ഉപയോഗിച്ചതിൽ ഏറ്റവും വേസ്റ്റ് പ്രോഡക്റ്റുകളാന്ന് തോന്നിയ ഏതെങ്കിലും പ്രോഡക്റ്റുകളുടെ പേര് പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ശരിയാവില്ലല്ലോ. ഓക്കെ, ഇഷ്ടംപോലെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് തോട്ടമൊക്കെ കണ്ട് വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വെച്ചൂർ പശുവിനൊക്കെ ഇങ്ങനെ വളർത്തുന്നതിന്റെ സീക്രട്ട് എന്നൊക്കെ ചാണകം കലക്കി ഒഴിക്കാം. നമുക്ക് പഞ്ചഗവ്യ അങ്ങനെയുള്ള ജീവാമൃതമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒഴിക്കാം. ഓക്കെ. നല്ല അതിന്റെ ഗോമൂത്രം നല്ല റിസൾട്ടാണ്. നമുക്ക് 200 ലിറ്ററിന് 1 ലിറ്റർ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ്. അത്യാവശ്യം നൈട്രജനും അങ്ങനെയുള്ള സെക്കൻഡറി എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. കണ്ടുവരപ്പിന്റെ പ്രശ്നം ആരോഗ്യത്തേക്ക് നമുക്ക് അത്യാവശ്യം കൂടുതൽ കിട്ടും. കൂടുതൽ ചേർക്കില്ല. 200 ലിറ്ററിന് 1 ലിറ്റർ നല്ലതാണ്. കണ്ടുവരപ്പിനൊക്കെ അറ്റാക്ക് ഭയങ്കര കുറഞ്ഞു. അത് ഈ വെച്ചൂർ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഏത് പശുവിന്റെ ഏത് പശുവിന്റെ കൗവിന്റെ നല്ല സൂപ്പർ തന്നെയാണ്. പിന്നെ ചാണകം അവൈലബിലിറ്റി ഉണ്ടല്ലോ. ഈ ചാണകത്തിന് കുറച്ചുള്ളൂ. ഇതിന്റെ ചാണകത്തിനകത്ത് മൈക്രോബ്സ് ചാണകത്തിന് പ്രത്യേകത മറ്റേതെന്ന് പറഞ്ഞാൽ എന്ത് തീറ്റ കൊടുത്താലും ഇങ്ങനെ ഒരു
ലൂസ് മോഷനില്ല പോകും. ഇതിന്റെ എന്ത് തീറ്റ കൊടുത്താലും നല്ല കട്ടിയായിട്ടാണ്. ഇതെടുത്ത് നമ്മൾ പുറത്തോട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഒരിക്കലും പ്രായമല്ല ഇത് കലക്കൊഴിക്കല്ല, ഇതിനകത്ത് മൈക്രോബ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര സെറ്റപ്പാണ്. ട്രൈക്കോയും സൂഡോയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ ഇതിന്റെ ചാണകത്തിലിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ ഇതുപോലെ വലിയ പശുവിന്റെ വലുപ്പമുള്ള പട്ടിയൊക്കെ മേടിച്ചെടുത്തേക്കിന്റെ സീക്രട്ടോ? അത് പട്ടി കഴിഞ്ഞ ദിവസം ഒരു വളരെ സങ്കടത്തിൽ ഇന്നലെ ഒരെണ്ണം മരിച്ചു. അയ്യോ, നല്ലൊരു പട്ടിയായിരുന്നു. നമ്മൾ 4 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡോഗായിരുന്നു. എത്ര രൂപയായിരുന്നു? അത് ഭയങ്കര പട്ടിയാണല്ലോ. 1,40,000 അടുത്ത് വില. അയ്യോ, 1 ലക്ഷം രൂപയുടെ മുതൽ പോയി, 1.5 ലക്ഷം രൂപയുടെ മുതൽ പോയി അല്ലേ? നല്ല പട്ടിക്ക് അതൊക്കെ നമ്മുടെ കാവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ്. അത് 2 ഒരെണ്ണം ഉണ്ട് ഇപ്പോൾ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുള്ള നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഋഷിഭായുടെ തോട്ടത്തിലെ കൃഷി രീതികൾ നല്ല അറിവുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ നല്ല കൃഷി അറിവുകൾ ഇനിയും നമ്മൾ പങ്കുവെക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഓക്കെ.